ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, കുറേ സ്ഥലത്ത് പോകാനുണ്ട്. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയാണ്. ശരിക്കും ഈ മഴയത്ത് പൊതിച്ച് മൂടി കിടക്കാനാണ് തോന്നുന്നത്, പക്ഷേ കിടന്നാൽ പറ്റില്ലല്ലോ. മക്കൾക്ക് സ്കൂളിലേക്ക് ഇങ്ങനെ പോസ്റ്ററും അതുപോലെ കുറേ കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുപോകാനുള്ളതുകൊണ്ട് കുട്ടികളോട് ടീച്ചേഴ്സ് പറയും, പക്ഷേ പണി മുഴുവൻ ഉമ്മമാർക്കാണല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്ത് ഇനി അതൊക്കെ ക്ലീൻ ചെയ്യാനും ഒക്കെ ഉണ്ട്. ഞാൻ മുമ്പ് വർക്ക് ചെയ്ത ഓഫീസിലുള്ള അഞ്ജനേച്ചി പാല് കാച്ചലിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകാനുണ്ട്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊണ്ടുപോവാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് അതുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മക്കൾ സ്കൂളിലേക്ക് പോയി. മഴ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് മഴ കുറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉച്ചയാകുന്നതിന് മുമ്പ് ഒരു 11:30 ആയപ്പോൾ തന്നെ മക്കളെ ഞങ്ങൾ കൂട്ടി ഞങ്ങൾ തിരിച്ച് ഈ വഴിക്ക് നേരെ വയനാട്ടിലേക്ക് പോകാനുള്ള പ്ലാനുണ്ട്. എല്ലായിടത്തും നല്ല മഴയാണ്. എനിക്ക് മഴയത്ത് യാത്ര ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബ്ലോക്കൊക്കെ അധികമായിരിക്കും, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എന്നാലും മഴ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ അഞ്ജനേച്ചിൻ്റെ വീടിൻ്റെ അടുത്തെത്തി. അഞ്ജനേച്ചി ഞങ്ങളെയും കാത്ത് ദൂരെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. കുറേ കാലത്തിന് ശേഷമാണ് സദ്യ കഴിക്കാൻ പോകുന്നത്. സദ്യ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, പണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അഞ്ജനേച്ചി ഉച്ചയ്ക്ക് ഇപ്പോൾ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ കൊണ്ടുവരും. ആളൊരു വെജാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കഴിക്കുന്നതിനെ പറ്റിയൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഇതേന്ന് ഞങ്ങൾ ഓഫീസ് KCK ഡെൻ്റൽ. ഇവിടെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പഴയ ഫുട്ടേജാണ്. ഞാൻ വെറുതെ ഇപ്പോൾ ഏതായാലും ഇവിടെ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് ഇതിലൊന്ന് ഇടുന്നതേ ഉള്ളൂ. ഞങ്ങളെല്ലാവരും ഇതുപോലെ ഒരുമിച്ച് ചായ ഉണ്ടാക്കും, ചായ കുടിക്കും, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ. ഇപ്പോൾ അന്ന് അഞ്ജനേച്ചിനെ കണ്ടപ്പോൾ ഞങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ കുറേ സംസാരിച്ചപ്പോൾ എൻ്റെ ഉണ്ടായിരുന്ന കുറച്ച് ഫുട്ടേജസ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തതേ ഉള്ളൂ. അങ്ങനെ സമൃദ്ധമായ ആ സദ്യ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. ഇതെനിക്ക് പുതിയൊരു അറിവാണ്. അഞ്ജനേച്ചി ഒരു ഹൈദരാബാദുകാരിയാണ്. അവരുടെ നാട്ടിലേക്കൊക്കെ ഇതേപോലെ വീട്ടുകൂടലിൻ്റെ സമയത്ത് വരുന്ന ഗസ്റ്റുകൾക്ക് ഇതുപോലെയുള്ള ഗിഫ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ സ്വീറ്റ്സൊക്കെയാണ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾക്ക് 4 ആൾക്കും കിട്ടി ഗിഫ്റ്റ്. അങ്ങനെ അഞ്ജനേച്ചിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നേരെ പോകുന്നത് അമീന എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ്. ഫറൂഖിലാണ് സ്ഥലം. അവിടെ എത്തിയപ്പോൾ മഴ കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് സദ്യയൊക്കെ കഴിച്ച് നല്ല ഉറക്കം വരുന്നുണ്ട്. ഇവിടെ ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് കാണുന്നത്. അപ്പോൾ ഇവർ ഒരു പഴയ തറവാട് വീടാണ് കേട്ടോ. അവർക്ക് വേറെ വീട് പണി നടക്കുന്നുണ്ട്. നല്ല രസമാണ് ഇവിടെ കാണാൻ. മച്ചിൻ്റെ മുകളിലേക്ക് എന്താ പറയുക, അപ്സ്റ്റെയറൊക്കെ ഉണ്ട് ഇവർക്ക്. അപ്പോൾ മക്കൾക്ക് ഇവിടെ വരുന്നത് വലിയ ഇഷ്ടമാണ്. പിന്നെ കുറേ കോഴികളുണ്ട്. അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. ഒരുപാട് ലേറ്റ് ആവാൻ പറ്റില്ല, വയനാട്ടിൽ പോകാനുണ്ട്. പോകുന്ന വഴിക്കാണ് ഞാൻ മീഡിയ 1 അക്കാഡമിയിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഞങ്ങൾ മീഡിയ സ്കൂൾ ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത് ആദ്യം. ഇപ്പോൾ മീഡിയ 1ലേക്ക് മാറ്റി. പിന്നെ ഈ കാണുന്ന ഓറഞ്ച് പെയിൻ്റ് അടിച്ച വീടാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്, ഞങ്ങളെല്ലാവരും പേയിങ് ഗസ്റ്റായിട്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ സങ്കടവും സന്തോഷമൊക്കെ ഒരുപോലെ വന്നു. ഒരുപാട് മെമ്മറീസ്. ഞങ്ങളത് തന്നെ പറഞ്ഞ് ബോറടിച്ചിരിക്കുന്ന എൻ്റെ ഹസ്ബൻഡിനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മക്കൾ 2 ആളും നല്ല ഉറക്കത്തിലാണ്, വാശിയിലാണ് കിടക്കുന്നത് കേട്ടോ. എത്രയോ ഞങ്ങൾ സീറ്റിൽ കിടത്താൻ നോക്കി, പക്ഷേ ആൾ നല്ല വാശിയിലായിരുന്നു. അങ്ങനെ അവസാനം നല്ല ബ്ലോക്കും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വയനാട്ടിലെത്തിയിരിക്കുകയാണ്. വയനാട്ടിൽ മഴ വന്നതിൻ്റെ ഒരു ലക്ഷണം പോലും കാണാനില്ലായിരുന്നു. കുറേ ഇങ്ങോട്ട് എത്തിയപ്പോഴാണ് ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നത്. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വയനാട്ടിൽ വന്ന റോഡുകളിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് കാണാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇവർ ആനിമൽ ഫ്രണ്ട്ലി ആക്കുകയാണെന്നാണ് പറയുന്നത്. പക്ഷേ രാത്രി നമ്മളിങ്ങനെ ഇതേപോലെ പോകുന്ന സമയത്ത്, പ്രത്യേകിച്ച് 2 വീലറിലൊക്കെ പോകുമ്പോൾ ശരിക്കും പേടിയാവും. ഇതിനെതിരെ സമരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് നോക്കാം.